ഒടുവിൽ നീതി എന്ന് ചോദിക്കുമ്പോൾ ഈ വൈകി കിട്ടുന്ന നീതിയാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. 10 വർഷത്തിന് ശേഷമാണ് വിട്ടയച്ചത്. നേരത്തെ പറഞ്ഞ പോലെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. സായിബാബ മാത്രമല്ല വേറെ 5 പേരുണ്ടായിരുന്നു. 2022 ബോംബെ ഹൈക്കോടതി ഇദ്ദേഹത്തെ വിട്ടയക്കുന്നു. പിറ്റേ ദിവസം തന്നെ ധൃതി പിടിച്ച് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ പോലെ ഇടപെട്ട് വിധി സ്റ്റേ ചെയ്തു. അംഗപരിമിതനാണ് പ്രൊഫസർ. അങ്ങേയറ്റം ദുരിതപൂർണ്ണമായി തന്നെയാണ് ജയിലിൽ കഴിഞ്ഞത്. 90% അംഗപരിമിതനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്തതിന് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ തന്നെ വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അരുന്ധതി റോയെ പോലുള്ളവർ യുദ്ധ തടവുകാരനെ പോലെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. UAPA ചുമത്തിയാൽ എത്ര നാൾ വേണമെങ്കിലും തടവിൽ വെക്കാമെന്നുള്ള ഈ ക്രൂര വ്യവസ്ഥ അത് തന്നെയാണ് ഇവിടെയും പ്രശ്നമായിട്ടുള്ളത്. ഒരു മാനദണ്ഡവും പാലിച്ചിട്ടല്ല ഇവരെ ഒന്നും കൈകാര്യം ചെയ്യുന്നത്. പ്രൊഫസറെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയെന്ന് കോടതി ഈ രൂപത്തിൽ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയെന്ന് കോടതി നേരത്തെയും കണ്ടെത്തിയാണ്. പ്രോസിക്യൂഷന്റെ കുറ്റാരോപണങ്ങൾക്ക് ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല. ഒരു ആശയത്തോടുള്ള വിധേയത്വം അല്ലെങ്കിൽ അനുഭാവം ഒരാളെ ജയിലിലടയ്ക്കാൻ കാരണമല്ല എന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത്. ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിപ്പോൾ ബോംബെ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെയും ഭീമ കൊറേഗാവ് കേസ് അറിയാവുന്നതാണ്. അതിൽ സുധാ ഭരദ്വാജ് ഉണ്ട്, വരവര റാവു ഉണ്ട്, ആനന്ദ് തെൽത്തുംബെയുണ്ട് തുടങ്ങിയവരെ തടവിലയച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരെ ജാമ്യത്തിലിറക്കിയിട്ടുള്ളത്. സ്റ്റാൻ സ്വാമിയുടെ മരണം നമ്മൾ അറിഞ്ഞതാണ്. വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ ചോദിച്ചിട്ട് പോലും അത് കോടതിയിലെത്തിയാണ്, അതുപോലും നൽകിയിട്ടില്ല. പല മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെയും അവരുടെ കമ്പ്യൂട്ടറുകളിൽ അനധികൃതമായ രേഖകൾ കടത്തിക്കൊണ്ടാണ് അവർക്കെതിരെ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജയിലടച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരെ ജാമ്യമില്ലാതെ വർഷങ്ങളോളം ജയിലിലിട്ട ശേഷം പിന്നീട് തെളിവില്ല എന്ന് പറഞ്ഞ് പുറത്തുവിടുന്നു. അപ്പോൾ അത്രയും വർഷം അവർക്ക് നഷ്ടപ്പെട്ട ആ വർഷം ആര് തിരിച്ചു കൊടുക്കുമെന്നുള്ള വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഒരു മനുഷ്യാവകാശ പ്രവർത്തനത്തിൽ ഒതുങ്ങുന്നില്ല. നിരവധി പേർ ഈ രൂപത്തിൽ തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. വലിയ നീതി നിഷേധം തന്നെയാണ് സായിബാബയോട് കാണിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒടുവിൽ നീതിയോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനായിരിക്കുന്നു. പക്ഷേ 10 വർഷത്തിനുള്ള നീതിയാണെന്ന് കരുതാനാവുകയുമില്ല. Meet the editors.